സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇടാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ന്യൂട്രലായിരിക്കും വാഹനം ഉണ്ടായിരിക്കുന്നത്. ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഗിയറോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറോ അല്ലെങ്കിൽ ഒരു ഗിയറും വീഴുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫ്ലൈ വീലിലോട്ട് ക്ലച്ച് ഒട്ടിയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് അഴിച്ചെടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ഫേസ് ചെയ്യുന്നൊരു വലിയൊരു പ്രശ്നമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇടാൻ സാധിക്കുന്നില്ല. അതായത് നമ്മൾ വാഹനത്തിൽ കയറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ന്യൂട്രലായിരിക്കും വാഹനം ഉണ്ടായിരിക്കുന്നത്. ന്യൂട്രലിൽ നിന്ന് ഫസ്റ്റ് ഗിയറോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറോ അല്ലെങ്കിൽ ഒരു ഗിയറും വീഴുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇന്നലെ കൊണ്ടിടുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു. കൊണ്ടിട്ടതിന് ശേഷം ഇന്ന് രാവിലെ ഈ വാഹനം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ഈ വാഹനം എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് വാഹനം ഗിയറിലോട്ട് വീഴുന്നില്ല. എത്ര പേര് ഇതുപോലത്തെ ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ ഒരു 4-5 പേരോളം ഈ സെയിം കംപ്ലയിൻറ്റിനെ കുറിച്ച് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. ഈ ഒരു കേസ് നമ്മൾ അറിയാൻ മേലാതെയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെക്കുറിച്ച് അറിയാൻ മേലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉടനെ ക്രെയിനിൽ കെട്ടിവലിക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്താ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കെട്ടിവലിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട. വളരെ സിമ്പിളായിട്ടൊരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പറഞ്ഞ രീതിക്കൊന്ന് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഒരു കേസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, വെള്ളം ഒരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ടെക്സ്പ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് തന്നെ പറയാം. എന്തുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇടാൻ പറ്റുന്നില്ല? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം ഗിയർ വീഴുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ക്ലച്ച് ഡിസെൻഗേജ് ആകുന്നില്ല. അതായത് ക്ലച്ച് വിട്ടു പോകുന്നില്ല. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വാഹനം ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയതിന് ശേഷം ഗിയേഴ്സ് എല്ലാം ഇട്ട് നോക്കുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എല്ലാ ഗിയേഴ്സും ഇട്ട് നോക്കുക. അങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ വാഹനത്തിൻ്റെ എല്ലാം ഗിയേഴ്സ് വീഴുന്നുണ്ട്. ഗിയർ ബോക്സ് റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അത് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഒരു 2-3 തവണ പ്രസ് ചെയ്ത് നോക്കുക. ഒന്ന് പ്രസ് ചെയ്ത് വിട്ടു, ഒന്നുകൂടെ പ്രസ് ചെയ്ത് വിട്ടു. ഇങ്ങനെ ഒരു 2-3 തവണ പ്രസ് ചെയ്തതിന് ശേഷം വാഹനത്തിൻ്റെ ഗിയർ ഒന്ന് ഇടാൻ നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ഇടാൻ നോക്കുക. നടന്നില്ല എന്ന് വെക്കുക. നടന്നിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യം വർക്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ഒട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ക്ലച്ച് ഒട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച സമയത്ത് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വാഹനം വൈകിട്ട് കൊണ്ടിടുന്ന സമയത്തോ ഏതെങ്കിലും വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൂടെ അല്ലെങ്കിൽ വാട്ടർ ലോഗിങ് ഉള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ കൂടെ നിങ്ങൾ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഏകദേശം ടയറിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളമുണ്ടായിരുന്നു. ഈ ഒരു രീതിക്ക് നിങ്ങൾ വാഹനം ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ലച്ച് എന്ന് പറയുന്ന പോർഷൻ ചെറിയ രീതിക്ക് എയർ കയറി പോകാൻ വേണ്ടി അവിടെ ഹോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ക്ലച്ചാണ്, വെറ്റ് ക്ലച്ച് അല്ല. അപ്പോൾ ഏതെങ്കിലും രീതിക്ക് ഇതിനകത്തോട്ട് വെള്ളത്തിൻ്റെ അംശം വരുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം ഒരു ടയറിൻ്റെ പകുതി നിരപ്പെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ടച്ച് ചെയ്യുന്ന ഒരു രീതിക്ക് വെള്ളം വരും. നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ആ ഓളം കൂടെ തള്ളുമ്പോഴത്തേക്കും ഗിയർ ബോക്സിലോട്ട് വെള്ളം കയറും അല്ലെങ്കിൽ ഫ്ലൈ വീലിലോട്ടൊക്കെ വെള്ളം കയറും. അങ്ങനെ വെള്ളം കയറുന്നത് ഈ ഫ്ലൈ വീലിനകത്ത് അല്ലെങ്കിൽ ക്ലച്ച് ഫ്ലൈ വീലിൽ വെള്ളം വന്നാൽ ക്ലച്ചിലും വരും. ക്ലച്ചിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ, അതായത് നമുക്കറിയാം ക്ലച്ചിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ചെറിയ രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പൊടി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പൊടിയും വെള്ളവും കൂടെ മിക്സ് ആവുന്ന സമയത്ത് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശ പോലെ തന്നെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഈ വാഹനം കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം വാഹനം ഓഫ് ചെയ്ത് തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം ഇത് ഫ്ലൈ വീലിലോട്ട് ക്ലച്ച് ഒട്ടിയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് അഴിച്ചെടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ വാഹനത്തിൽ കയറിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ വാഹനം ഫ്രീ ആയിട്ട് എങ്ങോട്ട് പോകുന്ന നോക്കണം. അതായത് ഫ്രണ്ടിലോട്ടാണോ സ്ഥലക്കൂടലുള്ള അല്ലെങ്കിൽ ബാക്കിലോട്ടാണോ, അതായത് വാഹനം കൊണ്ട് നമുക്ക് ഫ്രണ്ടിലോട്ടാണോ ഓടിക്കാൻ സാധിക്കുന്നത് അതോ പുറകോട്ട് ഓടിക്കാൻ സാധിക്കുമോ? ഇപ്പം കുറച്ച് പേരെങ്കിലും ചിന്തിക്കുമായിരിക്കും വാഹനത്തിൽ ക്ലച്ച് ചവിട്ടി ഗിയർ വീഴുന്നില്ല, പിന്നെ എങ്ങനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് പോകും? പറഞ്ഞു തരാം, ധൃതി കൂട്ടാതെ. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ ഈ വാഹനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് സ്പേസ് ഉള്ളതെന്ന് നോക്കണം. അതായത് കുറച്ചൊന്ന് ഓടാൻ പറ്റുന്ന സ്പേസ് ഉള്ളത് എവിടെയാണെന്ന് നോക്കുക. ഫ്രണ്ടിലോട്ടാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യുക. കാരണം ഫ്രണ്ടിലോട്ട് പോകാനുള്ള സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യുക, ക്ലച്ച് ചവിട്ടുക. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, ക്ലച്ച് എൻഗേജ് ചെയ്തു, ഫസ്റ്റ് ഗിയർ ഇട്ടു. അതിനുശേഷം അതായത് ശ്രദ്ധിച്ചോണം, ഇത് ക്ലച്ച് ചവിട്ടി
ഫസ്റ്റ് ഗിയർ ഇട്ടു, എന്നിട്ടാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും ചോദിക്കുക അതെങ്ങനെ, കാരണം ഗിയർ വീഴുന്നില്ലായിരുന്നു, പിന്നെ ഗിയർ വീഴും, വാഹനം ഓഫ് ആണെങ്കിൽ ഗിയർ വീഴും, ഉറപ്പായിട്ടും വീഴും. അങ്ങനെ ഫസ്റ്റ് ഗിയറിലോട്ട് എൻഗേജ് ചെയ്തു, ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്കറിയാം ഡിസെൻഗേജ് ആകുന്നില്ല, വണ്ടി ഫ്രണ്ടിലോട്ട് ചാടും. ഈ ചാടുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലോട്ട് എത്ര സ്ഥലമുണ്ടെന്ന്. അങ്ങനെ ഒരു 2 വട്ടം ഫ്രണ്ടിലോട്ടൊന്ന് ചാടുക, അതായത് ക്രാങ്ക് ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് സ്വിച്ചുള്ള വാഹനമാണെങ്കിലും ക്ലച്ച് ചവിട്ടുന്നുള്ളതുകൊണ്ട് വാഹനം സ്റ്റാർട്ടാവും. അങ്ങനെ ഒന്ന് ക്രാങ്ക് ചെയ്യുക, അതായത് ഒന്ന് ചാടിക്കുക, വാഹനം ഒന്ന് ഫ്രണ്ടിലോട്ട് ചാടും, ഓഫ്. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുക, വാഹനം ഒന്ന് ഫ്രണ്ടിലോട്ട് ചാടും, ഒന്നുകൂടെ ഓഫ് ചെയ്യുക. ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുക, വാഹനം ഒന്ന് ഫ്രണ്ടിലോട്ട് ചാടും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഏകദേശം നമ്മുടെ ഒരു തിട്ടയുടെ അടുത്ത് എത്തിയെന്ന് വയ്ക്കുക. നേരെ വാഹനം ഓഫ് കണ്ടീഷനാണല്ലോ, റിവേഴ്സ് ഗിയർ ഇടുക. അതുപോലെ തന്നെ പുറകോട്ടും ഇങ്ങനെ ഒരു 2, 3 അല്ലെങ്കിൽ 4 തവണയെങ്കിലും. കഴിഞ്ഞ ദിവസം വിളിച്ച ഒരു വ്യക്തി 2 തവണ ചെയ്തപ്പം പുള്ളിക്ക് ക്ലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ച ഒരാൾ ഒരു 5 തവണയോളം ചെയ്തിട്ട് റെഡി ആയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു 5 തവണയും കൂടെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 5 തവണയും കൂടെ ചെയ്തപ്പോഴേക്കും സംഗതി ഓക്കെ, എന്നെ വിളിച്ച് താങ്ക് യു ഒക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, അപ്പം സംഗതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇങ്ങനെ 2, 3 പ്രാവശ്യം ചാടിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് വിട്ടു പോകുന്നോളും, പ്രശ്നം വരത്തില്ല. പക്ഷേ അവിടെയും പ്രശ്നം ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾക്ക് വാഹനം ഓടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഗിയർ ബോക്സിനകത്ത് അല്ലെങ്കിൽ ഗിയർ ഓയിലിനകത്ത് വെള്ളത്തിൻ്റെ അംശം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം, ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, കാരണം ഗിയർ ബോക്സിനകത്തോട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിനകത്തുള്ള ഗിയർ ഓയിലുമായിട്ട് ഈ വെള്ളം മിക്സ് ആവും. അങ്ങനെ മിക്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗിയറിന് തേയ്മാനം കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷനോ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല, ചെറിയ രീതിക്ക് വാട്ടറിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുള്ളതുകൊണ്ട് ഇത് ഗിയർ ബോക്സ് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഡിപ്ഡ് അല്ല, ഒരു പകുതി പോർഷനോളം മാത്രമേ ഓയിലുള്ളൂ. അതിൻ്റെ മേലോട്ടുള്ള ഗിയേഴ്സൊക്കെ വെറുതെ കിടന്ന് തുരുമ്പെടുക്കാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മുമ്പോട്ട് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ വെരി നെക്സ്റ്റ് ഡേ തന്നെ ഷോറൂമിൽ കൊണ്ട് കാണിച്ച് ഗിയർ ഓയിൽ ഊറ്റി നോക്കിയിട്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഗിയർ ഓയിൽ റീപ്ലേസ് ചെയ്തോണം. ഇൻ കേസ് ഇതുപോലെ വെള്ളത്തിലൊക്കെ കഴിവതും ഇറങ്ങാതിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇറങ്ങാതിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ, പിന്നെ ഒരു രക്ഷയില്ലാത്ത സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ടയറിൻ്റെ പകുതിയൊക്കെ മുങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള വാഹനങ്ങൾ ഓടുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെയൊക്കെ വേണമെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകാം. പക്ഷേ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്തോണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗിയർ ബോക്സ്, ക്ലച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിന്നെ ഇതുപോലെ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ അറിയാതെ കുറച്ച് വെള്ളത്തിൽ കൂടെ ഇറങ്ങിയെന്ന് ഒന്ന് ജസ്റ്റ് സങ്കല്പിക്കുക, ഒന്ന് വെള്ളത്തിൽ കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിൽ കൊണ്ടുപോയി വാഹനം പാർക്ക് ചെയ്തിടല്ല. 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. കുറച്ച് ദൂരം ഓടണം ഈ വാഹനം. മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, കുറച്ച് ദൂരം ഓടിക്കോട്ടെ. അന്നേരം ഓടുന്ന സമയത്ത് ഒരു കാരണവശാലും ടോപ്പ് ഗിയേഴ്സിൽ ഓടാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ലോവർ ഗിയേഴ്സിൽ ഓടണം, അതായത് ഒരു 3rd ഗിയർ 4th ഗിയർ അല്ലെങ്കിൽ 3rd or 2nd. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ക്ലച്ച് ചൂടായിക്കോളും. വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ കറക്കം കൂടുന്നതിനനുസരിച്ച് ഇതിനകത്ത് ഹീറ്റും ഉണ്ടായിക്കോളും. അങ്ങനെ ഹീറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണങ്ങിപ്പൊക്കോളും. വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ്, നമ്മുടെ ബ്രേക്ക് ഷൂ കാര്യങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തൊക്കെ ഓടിക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ഒന്ന് ഹീറ്റ് ആയിക്കോളും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. കാരണം ഇതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പം മഴ നടക്കുന്ന ഒരു സമയമാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. ഈ ഒരു മഴക്കാലം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് ഈ ഒരു രീതിക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും നിങ്ങളുടെ വാഹനത്തിന് വരുന്നതായിരിക്കത്തില്ല. പിന്നെ മറക്കല്ല, ഒരു പരിധിക്ക് മേളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വാഹനം ഇറക്കരുത്. കാരണം ഏതെങ്കിലും രീതിക്ക് വാഹനത്തിൻ്റെ എഞ്ചിനകത്തോട്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ പണി പാളും. കാരണം ഈ പറയുന്ന പോലെ എയർ ഫിൽറ്റർ വഴി വെള്ളം അകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എഞ്ചിന് പണി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴിവതും കൂടുതൽ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു കാരണവശാലും വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹനം സേഫായിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കണം.